പേടിക്കണ്ടേ, വഴക്കിനും വക്കാണത്തിനൊന്നും വന്നതല്ല. ഞങ്ങൾ അറിഞ്ഞൊരു കാര്യം ചോദിക്കാൻ വന്നതാ. ഏഷണിയൊന്നുമല്ല. ആ കത്തിമൂസ അടിച്ച് ഫിറ്റായപ്പോ ഷാപ്പി വെച്ച് വിളിച്ച് പറയണ കേട്ടതാ. വെട്ടുകാടനാശാൻ വീടും പറമ്പും ആരുടെ പേരിലാണ് എഴുതി വെച്ചത്? എനിക്കറിയില്ല. പത്മാക്ഷി അമ്മ ആ വീടിന്റെ കാര്യം വല്ലതും തന്നോട് പറഞ്ഞിട്ടുണ്ടോ തന്റെ കല്യാണ സമയത്ത്? അത് ശാരദയുടെ പേരിൽ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശാരദയുടെ അവകാശമായിട്ട്. സ്ത്രീധനമായിട്ട് അത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? സ്വർണ്ണം ഒഴിച്ചാൽ? അതെ. എങ്കി അത് പോയി. പത്മാക്ഷി അമ്മയെ ഇറക്കിയിട്ട് ഭരതൻ അവിടെ കയറി പൊറുക്കാൻ പോവുക. അല്ല, സത്യം എന്താണെന്ന് താൻ കൂടെ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. വരട്ടെ. ഇവൾക്കുള്ള വീതം അതുടനെ എനിക്ക് കിട്ടണം. ഒന്നുകിൽ ആ വീട്, അല്ലെ അതിന്റെ വിലയുടെ പകുതി. അത് നിർബന്ധമാണ്. ഇപ്പൊ എന്താ പ്രത്യേകിച്ച് ഒരു വില പേശല്? കെട്ടുന്നതിന് മുൻപ് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവുന്ന അപ്പൊ അറിഞ്ഞിരുന്നില്ല. കല്യാണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവൻ ചെയ്യുന്നത് എന്താണെന്ന് നീ ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ. പോലീസുകാരോട്ടാ യുദ്ധം. പോലീസും കേസും ഒക്കെ ആവുമ്പോ ഈ വീട്ടിലും വരും അവര് തെളിവ് തിരക്കാൻ. ഞങ്ങളൊന്നും വീട്ടിൽ പോലീസുകാർ കയറിയിട്ടില്ല. ഇനി അതുപോലെ അയാൾ ഗുണ്ടായുസം ചെയ്ത പകയ്ക്ക് എനിക്കിട്ടോ അവക്കിട്ടോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത ഒന്നേ ഞങ്ങൾ ഇവിടം വിട്ട് പോയിക്കോളാം, അല്ലെങ്കിൽ അവൻ. പക്ഷെ ഇവിടെ വീതം ഉടനെ കിട്ടണം. ഞങ്ങളുടെ ജീവിതം തൊലയ്ക്കാൻ ഇറങ്ങിയിരിക്കുക അവൻ. ആ എരുപ്പൊളിയെ ഞാനിന്ന് അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടോ? ഇത് എന്റെ കാര്യ, ഞാൻ നോക്കിക്കോളാം. അഥവാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഭരതനോട് പറഞ്ഞോളാം. എനിക്ക് സ്വൈര്യം തരാനായിട്ടെങ്കിലും ഭരതൻ ഇവിടെ നിന്ന് പോകാമോ? ഓരോ ദിവസം കേൾക്കും ഭരതൻ അത് ചെയ്തു, അയാളെ വെട്ടി, ഇയാളുടെ ബാഗ് തട്ടിപ്പറിച്ചു, പോലീസുകാരനെ തല്ലി. അമ്മയായാലും കെട്ടിയനായാലും എന്റെ അടുത്ത മെക്കിട്ട് കയറുന്ന ചേട്ടനെന്ന് വിളിക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ്? എല്ലാവരും കൂടി എന്നെ പന്ത് തട്ടുക. നീയും കൂടെ എന്നോട് ഇങ്ങനെ പറയേണ്ടിയിരുന്നു ശാരദ. നിനക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്, നിന്നത്. ഇപ്പോ തൃപ്തിയായി.